ഇല്ല, ഞാനിങ്ങനെ നടക്കും, ഓരോ കമ്പനികളിലൂടെയൊക്കെ മീറ്റിങ്ങിന് പോകും. ഞാൻ അവിടുത്തെ CEO ആയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കും. ആ 10 മിനിറ്റിനുള്ളിൽ ഞാൻ തീരുമാനിക്കും ഇയാൾക്ക് പൈസ കൊടുത്താൽ ഇയാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല്ലേ. പറ്റും തോന്നിയാൽ ഞാൻ അവിടെ ഒരു $1 മില്യണോ $2 മില്യൺ ഒക്കെ കൊടുത്തിട്ട് അടുത്ത മീറ്റിങ്ങിന് പോകും. ഇയാൾ പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ അമേരിക്കയിലെ വളരെ പ്രമുഖരായ ആളുകളൊക്കെ പണം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അത് അമേരിക്കയിലെ വലിയ ബിസിനസ്സുകാർ, വലിയ ആളുകൾ. അപ്പോൾ ഇവരൊക്കെ ഇയാളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു $5 ബില്യൺ, ഒരു $10 ബില്യൺ, $10 മില്യൺ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോകും. ഇയാൾ എന്ത് ചെയ്യും? ഇതേപോലെ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കും. എന്നിട്ട് CEOമാരെയൊക്കെ കാണും. ഇവൻ തരക്കേടില്ല, അപ്പോൾ അവന് ഇതേപോലെ പൈസ കൊടുക്കും. എന്നിട്ട് അതിൽ നിന്നുള്ള ലാഭം, അതിൻ്റെ ഒരു വിഹിതം ഇയാളെടുക്കും, ബാക്കി ഇവർക്ക് തിരിച്ചു കൊടുക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏത്? വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ആളുകളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ? എന്നല്ല. ബിസിനസ്സിൽ ഇറങ്ങി കളിച്ച ആളുകൾക്കൊക്കെ അതറിയാം. പൈസ കയ്യിൽ വേണം, നമ്മുടേതായ പൈസ തന്നെ വേണമെന്നൊന്നും ഒരു റിസോഴ്സസ് ഇവിടെ ഉണ്ട്, ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കത് എത്തിപ്പെടാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ വൈബ്രേഷനിലേക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും.